2026 ആദ്യത്തെ മലയാളം സിനിമ റിലീസാണ് പെണ്ണ് കേസ്. എടപ്പള്ളി ലുലു മാളിലുള്ള PVR ഓഡി 2-ലാണ് ഞാൻ ഈ സിനിമ കാണാൻ എത്തിയത്. ആക്ച്വലി ഇത് പെയ്ഡ് പ്രീമിയർ ആയിരുന്നു. സിനിമ റിലീസ് ആവുന്നത് 10-ാം തീയതിയാണ്. 9-ാം തീയതി രാത്രിയായിരുന്നു ഇതിന്റെ പെയ്ഡ് പ്രീമിയർ ഉണ്ടായിരുന്നത്. ഓഡി 2 ആക്ച്വലി ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്, പക്ഷേ ഈ സിനിമ സ്കോപ്പാണ്. അതുകൊണ്ട് ഈ കാണുന്ന പോലെ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസോട് കൂടിയായിരിക്കും നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുക. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് DVD ഇട്ട് ദ യൂഷ്വൽ സസ്പെക്ട്സ് എന്ന് പറയുന്ന പടം കാണുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോൺസ്റ്റർ പടങ്ങൾ ഇത് മാത്രം കണ്ടിരുന്ന ഞാൻ ഈ സബ് ടൈറ്റിലൊക്കെ വായിച്ച് ബാക്കിയുള്ള സിനിമകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ദ യൂഷ്വൽ സസ്പെക്ട്സിൻ്റെ അതിൻ്റെ ആ ട്വിസ്റ്റിനെ കുറിച്ച്, ആ ലെജൻഡറി ട്വിസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും യൂഷ്വൽ സസ്പെക്ട്സ്. അപ്പോൾ ഞാനിത് കണ്ടത് 2007-ലാണ്. ഈ പടം ഇറങ്ങിയത് 1995-ലാണ്. അപ്പോൾ ഈ പെണ്ണ് കേസ് എന്ന് പറയുന്ന ഈ സിനിമയുടെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് യൂഷ്വൽ സസ്പെക്ട്സിനെ കുറിച്ച് പറയുന്നു എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുന്നത്. പക്ഷേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതാണ് പെണ്ണ് കേസ്. ഈ സിനിമയുടെ പ്ലോട്ട് വളരെ സിമ്പിളാണ്. ഒരുപാട് ആളുകളെ വിവാഹം കഴിച്ച് പറ്റിച്ച ഒരു പെൺകുട്ടിയെ പോലീസ് പിടികൂടുന്നു. അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഈ പെൺകുട്ടിയോടുള്ള എന്താണ് നടന്നതെന്നുള്ളതോ, അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വിവാഹ തട്ടിപ്പ് നടത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ നായിക പറയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ. ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്ത് നോക്കിയപ്പോൾ ഈ സിനിമ എഴുതിയിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് സംവിധായകൻ കൂടിയായിട്ടുള്ള ഫെബിൻ സിദ്ധാർത്ഥിൻ്റെ കൂടെ രശ്മി രാധാകൃഷ്ണൻ. അതുകൂടാതെ അഡീഷണൽ സ്ക്രീൻ പ്ലേ പ്ലസ് ഡയലോഗ്സ് എന്ന് പറഞ്ഞ് 3 പേരുണ്ട്. അവരുടെ പേര് ഒന്ന് ജ്യോതിഷ് M, സുനു AV, ഗണേഷ് മലയത്ത്. അതായത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 5 പേരാണ്. വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുള്ള, സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉള്ള ഒരു തിരക്കഥയാണ് ഇവർ 5 പേരും ചേർന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഴയ സിനിമയുടെയൊക്കെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഹരിത് രേഷുവിൻ്റെ ക്യാരക്ടർ അവരിനെ ഇടി കൊണ്ടിട്ട് ഒരു കൂട്ടത്തിലേക്ക് വിടും. അവിടെ കുറേ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് സുഖമാണോ എന്നൊക്കെ ചോദിക്കൂലേ, ആ കൈൻഡ് ഓഫ് സംഭവമാണ് ഇതിനകത്ത് അജു വർഗീസ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതായത് അജു വർഗീസ് വെറുപ്പിച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം. പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളി ഡെലിവറി ചെയ്തിരിക്കുന്ന വിധം, അങ്ങനെ ഒരുപാട് വെറുപ്പിക്കൽ കോമഡികൾ. അതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വെട്ടിയാർജിയുടെ കുറേ ചളികളുണ്ട് ഈ കൂട്ടത്തിൽ, അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അവിയൽ പരുവത്തിലുള്ളത്. ഈ സിനിമയുടെ ഒരു നിലവാരം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്രശ്നം വെക്കാൻ വേണ്ടി പണിക്കൻ നോക്കുന്നൊരു സീനുണ്ടല്ലോ. പണിക്കനായിട്ട് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ്. അത് നെയിം ബോർഡ് വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ആൾ, എന്തോ യാദവ് എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഇപ്പോൾ നല്ല സമയമല്ല എന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ പറയുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് കോമഡിയാണ് ഇവർ ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് ഹക്കീം ഷായുടെ ക്യാരക്ടർ വരുന്നു. പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് സ്റ്റേഷനിലാണ് കൂടുതലും ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി വരുന്നു. അങ്ങനെയാണ്. അപ്പോൾ 1 മണിക്കൂറിൽ താഴെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവൽ പോയിൻ്റ് ആകുമ്പോഴേക്കും ഇനി അങ്ങോട്ടേക്ക് ഇവർ എന്താണ് പറയാൻ പറ്റുന്നത് എന്നുള്ളത് A to Z സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റും. ആ ഒരു ഇൻ്റർവൽ പോയിൻ്റാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഇൻ്റർവൽ പോയിൻ്റ് ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും കഥ പോകുന്നത്. അങ്ങനെ ആവരുത് എന്നൊക്കെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ എന്ത് ചെയ്യാൻ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ ഈ പ്രധാന സംഭവം തന്നെ, പ്രധാന ട്വിസ്റ്റ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതുകൊണ്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ വരുന്ന സീക്വൻസുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്കിങ്ങനെ സഹിച്ചിരുന്ന് കാണാൻ പറ്റില്ല. പിന്നെ പിഷാരടിയുടെ ട്രാക്ക് വരുന്നു. അങ്ങനെ ഒരുപാട് ബോറിംഗ് ആയിട്ടുള്ള, അൺവാണ്ടഡ് ആണോ ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്, എങ്ങോട്ടേക്കാണ് ഈ സിനിമ പോകുന്നത് നമുക്ക് എല്ലാം അറിയാം. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സഹിച്ചിരുന്ന്, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് എൻജോയബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് സ്ക്രീനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അതുമല്ല സ്ക്രീനിൽ വരുന്നത്. മൊത്തം സിനിമയുടെ നീളം 2 മണിക്കൂറിൽ താഴെയാണ്. പക്ഷേ ഇത് ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. അതായത് 2 മണിക്കൂർ താഴെയുള്ളൊരു സിനിമ ഇതൊരു 4 മണിക്കൂർ എന്നുള്ളൊരു ഫീലാണ് നൽകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ യൂണിവേഴ്സിൽ, ഈ സിനിമയുടെ യൂണിവേഴ്സിൽ ബുദ്ധിയുള്ള പോലീസുകാർ പോട്ടെ, ബുദ്ധിയുള്ള ആരെങ്കിലുമൊക്കെ എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിച്ചു പോകും. അതുപോലെയാണ് ഈ സിനിമയിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ലൈമാക്സ് വരും. വലിയ ട്വിസ്റ്റ് പോലെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ട്വിസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് യൂഷ്വൽ സസ്പെക്ട്സിൻ്റെ ആ സീക്വൻസ് എങ്ങനെയാണോ അതിൻ്റെ സ്റ്റേജിങ്, എല്ലാ കാര്യങ്ങളും ഈച്ച കോപ്പിയാണ് ഈ പടത്തിൽ. അത് അങ്ങനെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര ട്വിസ്റ്റ് പോലെ കാണിക്കുന്നു. ഓക്കെ, ട്വിസ്റ്റാണ്. ഈ സിനിമ ഇറങ്ങിയ കാലഘട്ടം പോട്ടെ, ഒരു 20 കൊല്ലം മുമ്പ് വരെ ഈ സിനിമ ഇറക്കിയെങ്കിൽ അത് ട്വിസ്റ്റായിട്ട് കരുതായിരുന്നു. പക്ഷേ ഇത് 2026 ആദ്യത്തെ മലയാള സിനിമയാണ് പെണ്ണ് കേസ്. അത് തന്നെ ഇജാതി ബ്ലണ്ടറായിട്ടാണ് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ഈ സിനിമയിലെ കോമഡി വർക്കായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ല. ഇതിലെ ഡ്രാമ വർക്കായിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ല. ഇതൊരു ത്രില്ലർ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ത്രില്ലിംഗ് പോർഷൻ ത്രില്ലിംഗ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമില്ല. അതായത് ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിനോട് പോലും യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും തോന്നുന്നില്ല. ആ രീതിയിലാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് എഴുതി വച്ചിരിക്കുന്നത്.
ഈ സിനിമയിലെ നിഖില വിമലിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ പടത്തിൻ്റെ സസ്പെൻസ് പൊളിയുന്നുണ്ട്. അതായത് ഈ ട്വിസ്റ്റ് അല്ലെങ്കിൽ സസ്പെൻസ് ഒക്കെ ഉള്ള ആ ഒരു സിനിമയിൽ, അങ്ങനെയുള്ളൊരു കഥയിൽ അതൊരു ഫൈനൽ ആക്ട് വരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഒരു മീറ്ററിലാണ് ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യേണ്ടത്. പക്ഷേ നിഖിലയുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇതെല്ലാം ഈ രീതിയിലേക്കായിരിക്കും വരുന്നതെന്നുള്ളത്. ഇനി നിഖില വിമലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. ആ ഒരു എക്സ്പ്രഷൻസ് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് അഭിനയപരമായിട്ട് യാതൊരുവിധ ഇംപ്രഷനും നിഖില വിമൽ നൽകുന്നില്ല. ആ ഒരു എക്സ്പ്രഷൻസ്, ആ ഒരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് വെച്ച് ഡോളിക്ക് ഡോളി എന്നും പറഞ്ഞ് ഇതേ തീമിൽ വരുന്ന സോനം കപൂർ നായികയായിട്ടുള്ളൊരു സിനിമയുണ്ട്. അതൊക്കെ നിഖിലയ്ക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിനിമയുടെ ഫൈനൽ ആക്ട് വരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ ആക്ടിങ് വൈസ് നിഖില ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിഖില വിമൽ ആയതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ സിനിമയുടെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഊഹിക്കാനും പറ്റുന്നത്. അതാണ് റിയാലിറ്റി. പിന്നെ ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹക്കീം ഷാ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, പിഷാരടി ഉണ്ട്, ഇർഷാദ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ മണ്ടന്മാരായിട്ട് അഭിനയിക്കും. ഇതല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സിൽ ബുദ്ധിയുള്ള ഒരു ക്യാരക്ടർ പോലും ഇല്ല. സിനിമയുടെ DOP ചെയ്തിരിക്കുന്ന ഷിനോസാണ്. കൊള്ളാം, നല്ല വർക്കായിരുന്നു. പിന്നെ അതിൻ്റെ എഡിറ്റർ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം നമുക്ക് കുറച്ചുകൂടെ വെട്ടിച്ചുരുക്കാൻ പറ്റും. പക്ഷേ 1.25 മണിക്കൂറുള്ള ഈ സിനിമ വെട്ടിച്ചുരുക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് ഫിലിമോ, പിന്നെ ഷോർട്ട് ഫിലിം കണ്ടന്റ് വെച്ചിട്ടാണ് ഒരു പടം എടുത്തിരിക്കുന്നത്. ഏതായാലും ഷമീർ മുഹമ്മദ് പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്തിട്ടും ഈ സിനിമയെ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അങ്കിത് മേനോനാണ് മ്യൂസിക്. ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളും തുടങ്ങിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് മിക്സിങ്, ഞാൻ കണ്ട തിയേറ്റർ അത്ര നല്ല തിയേറ്ററൊന്നും ആയിരുന്നില്ല. എന്നാൽ പോലും സൗണ്ട് മിക്സിങ് ഗംഭീരമാണല്ലോ എന്ന് എനിക്ക് തോന്നി. കാരണം ആ വലിയ ഔട്ട്പുട്ട് നൽകാത്ത തിയേറ്ററിൽ പോലും നമുക്ക് കൊള്ളാലോ, നല്ല സൗണ്ട് മിക്സിങ് ആണെന്നുള്ളതൊരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആരായിരിക്കും എന്നുള്ളതാണ്. പിന്നെ പേര് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഈ ഫീൽഡിലെ ലെജൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. MR രാജകൃഷ്ണൻ. കിഡു വർക്കായിരുന്നു പുള്ളി ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിന് കുറേ കട്ടച്ചളിയും കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ ഒരു ത്രില്ലർ ആ രീതിയിലൊക്കെ പോകും. പക്ഷേ ഇൻ്റർവെൽ വരുമ്പോൾ തന്നെ നമുക്കിനി ബാക്കിയോടേക്ക് എന്തായിരിക്കും എന്നുള്ളതെല്ലാം സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ വരുന്ന കോമഡി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ, കോമഡി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഈ സിനിമ കണ്ടിട്ട് ചിരിയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റുന്നതെന്നല്ല, സിമ്പിളായിട്ട് കോപ്പി അടിച്ച് വെച്ച ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പടം അവസാനിക്കുന്നു. 2 മണിക്കൂറാണ് പടം ഉള്ളത്. പക്ഷേ 4 മണിക്കൂറായിട്ടുള്ള ഒരു ഫീലായിരുന്നു. ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് പടം നൽകിയിരിക്കുന്നത്. ഈ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്ന കറക്റ്റാണ്. കാരണം ഇതിനകത്ത് മദ്യപാനം അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള ലഹരി സംഭവങ്ങളായിട്ടുള്ള അങ്ങനെ ഒന്നും വളരെ കുറവാണ്. വളരെ പരിശുദ്ധമായിട്ടുള്ള തട്ടിപ്പ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. അതിന് ക്ലീൻ യു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമ, ഇതിനകത്ത് കോമഡി വർക്കാവുന്നില്ല, ഇതിലെ ഡ്രാമ വർക്കാവുന്നില്ല, ഇമോഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ക്യാരക്ടറിനും യാതൊരുവിധ വികാരവും തോന്നില്ല. ആ രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. ഈ സിനിമയിൽ ആകെയുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഡ്യൂറേഷനാണ്. 1 മണിക്കൂർ 50 മിനിറ്റോ 45 മിനിറ്റോ എന്താണ് ഈ സിനിമയുള്ളൂ. ഇത് മാത്രമേ പോസിറ്റീവ് എന്നിട്ട് പറയാനുള്ളൂ. ഈ ഒരു കാര്യം മാത്രമേ പോസിറ്റീവ് പറയാനുള്ളൂ. വേറെ ഒരു പോസിറ്റീവും ഇല്ലാത്തൊരു കേസാവുന്നു പെണ്ണ് കേസ്.